അടിപൊളി പടമാണ് കേട്ടോ. വാഴ 1 പോലെ തന്നെ സിമിലർ പ്ലോട്ട് വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്റ്റോറി സെറ്റിംഗ് ഒക്കെയാണ് കുറച്ച് ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സെക്കൻഡ് സൈഡ് വിത്ത് എന്റർടൈൻമെന്റ് ക്ലൈമാക്സ്. വാഴ 1 ഫോക്കസ് ചെയ്യുന്നത് ഫാദർ സൺ റിലേഷൻഷിപ്പ് ആണ്. വാഴ 2 ഫോക്കസ് ചെയ്യുന്ന സിബ്ലിങ്സിനെ പറ്റി. അതാണ് വാഴ 2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇറ്റ്സ് സോ ഗുഡ്, അടിപൊളിയായിരുന്നു. യൂത്തിന്റെ സ്ട്രഗിൾസ് എല്ലാം എടുത്ത് കാണിക്കുന്നു. യെസ്, യൂത്തിന്റെ സ്ട്രഗിൾസ് മാത്രമല്ല, ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേരുടെ സ്ട്രഗിൾസും അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസും എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഹാഫിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സോ ഗുഡ്. അതുപോലെ നാട്ടിൽ നിൽക്കുന്നവരുടെയും അവർ ചെന്നപ്പെടുന്ന ഇഷ്യൂസിലൊക്കെ എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്, അടിപൊളിയാണ്. പൊളി പടം, മസ്റ്റ് വാച്ച് ആണ്. ഫ്രണ്ട് സർക്കിൾ വന്ന് എല്ലാവരും കൂടെ വന്ന് കാണുക, ചിരിച്ചൊരു പരവും അടിപൊളി. ഒരു പക്കാട്ടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ, നമുക്ക് അടിപൊളി. യൂത്ത് വന്ന് കാണണം, ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ആയിട്ട്. നല്ലൊരു ഫാമിലി പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് ആണ്. ഒരു എന്താ പറയാ, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ്. ഹാഷിറൊക്കെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. സിനിമ തിയേറ്ററിൽ ഒരു സീനുണ്ട്, അതാണ് ഏറ്റവും കിടക്ക്. എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ല ഗുഡ് ഫാമിലി പടം. തിയേറ്റർ കത്തിച്ചോ? എല്ലാരും കത്തിച്ചു. അവസാനത്തെ ക്ലൈമാക്സ് ആണ് ആരും കാണാൻ കൊതിക്കുന്ന ഒരു സീന്. എല്ലാരും കിടക്കി, ആരെയും കുറ്റം പറയാനില്ല. അടിപൊളി സിനിമ. ഹാഷിറിന്റെ 1 മാൻ ഷോ ആയിരുന്നു. പടം തൂക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി. അത് വേറെ ലെവലാണ്. ഫസ്റ്റിനെ കാട്ടി പടം സെക്കൻഡ് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കോമഡി ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് നല്ല രീതിക്കുള്ള എമോഷനും കാര്യങ്ങളും ഒക്കെ. പടം കൊള്ളാം. പടം കൊള്ളാം, നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നല്ല പടം. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കിട്ടില്ല, സൂപ്പർ ഫൈറ്റ് ഒക്കെ പറയണ്ട. എല്ലാരും ആ പയ്യന്മാർ എങ്ങനെയാണോ ഒരു മാസ് ചേർന്ന് അടി, സിംഗിൾ ഫൈറ്റ് അല്ലാതെ പയ്യന്മാരൊക്കെ ചേർന്ന് എങ്ങനെ അടി ഉണ്ടാക്കണം, ആ രീതിക്കുള്ള പക്കയായിട്ട് ഓരോ സീനും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സീനും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇന്റർവെല്ലിന് മുമ്പ് ഒരു 10 മിനിറ്റ് സീനുണ്ട്. എന്റെ പൊന്നെ കിടില സീനാണ്. ഒരു 10 മിനിറ്റ് ഒരു രക്ഷയില്ല. ചേട്ടാ കൊള്ളാം. ലൈക്ക് ഫസ്റ്റ് പാർട്ടിനെ കാട്ടി ഇത് എന്തുകൊണ്ട് കുറെ നൈസ് എലമെന്റ്സ് ഉണ്ട് പടത്തില്. ഒട്ടും ലാഗ് ഇല്ല. എന്റർടൈൻമെന്റ് ആയിട്ട് സ്പീക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. എല്ലാരും വെച്ച് അഭിനയം തന്നെ കാഴ്ച. ഹാഷിർ ആൻഡ് ടീം ഉൾപ്പെടെ, പിന്നെ അമീനും ടീമും എല്ലാം നൈസ് ആയിരുന്നു. ക്ലൈമാക്സിലെ എമോഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇത് പക്ക ഒരു തിയേറ്റർ സ്റ്റഫ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. യൂത്തിന്റെ സ്ട്രഗിൾസ് അപ്പോളായിരുന്നു. ഈ ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളിയാണ്. നല്ല ജെൻസിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നൈസ് ആയിരുന്നു. നല്ല മൂവിയാണ്. ബോയ്സിനൊക്കെ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാ. ഇമോഷണലും ഫണ്ണും എല്ലാം. ഐ മീൻ മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. ഫൺ എന്റർടൈനർ ആണ്. കൊടുക്കുന്ന പൈസക്ക് ഏതായാലും വർത്ത് ആയിട്ടുള്ള പടമാണ്. ആൻഡ് കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ബോയ്സ്, യു ഗൈസ് ഷുഡ് നോട്ട് മിസ് ദിസ്. നല്ല മൂവി. ചേട്ടാ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഫണ്ണിനെക്കാളും ഉപരി കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് കൂട്ടി തന്നിട്ടുണ്ട്. പിന്നെ ഹാഷിറും പിള്ളേരുമാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാഷിർ എങ്ങനെയാണോ ഇൻസ്റ്റയില് ചെയ്യുന്നത് അതേപടി അവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. മൊത്തത്തിൽ എന്റർടൈൻമെന്റ് ആണ്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അവസാനത്തെ എൻട്രി എന്നൊക്കെ വേറെ. അവസാനത്തെ എൻട്രിയാണ് കാണാനായിട്ട്. അവസാനത്തെ എൻട്രി ഭയങ്കര സസ്പെൻസ് ആയി പോയി. പിന്നെ ഫസ്റ്റത്തെ ഇന്റർവെല്ലിന് മുന്നേ ഉള്ള ഒരു തിയേറ്റർ സീൻ ഉണ്ട്, അതൊക്കെ വേറെ ലെവൽ. ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അടിപൊളി. പക്ക അൽഫോൺസ് പുത്രൻ അൽഫോൺസ് പുത്രൻ വേറെ ലെവൽ. അൽഫോൺസ് പുത്രൻ വന്ന് ആസ് എ അൽഫോൺസ് പുത്രൻ ഫാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റി. ഭയങ്കര വാഴ 1-നെക്കാളും മോളിക. വാഴ 1-നെക്കാളും നല്ലോണം മൂവി ചെയ്തിട്ടുണ്ട്. വാഴ 1-നെക്കാളും ഉഗ്രൻ പടം. ഒരുപാട് സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല സിനിമയാണ്. ഫസ്റ്റ് പോലെ തന്നെ അതേപോലത്തെ ഒരു ടെംപ്ലേറ്റാ. പക്ക എമോഷൻസ് ഒക്കെ പക്ക വർക്കൗട്ട്. ഇമോഷൻസ് എല്ലാം വർക്ക് ആവുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ ഫൈറ്റ് സീൻസ്, ഫൈറ്റ് കൊറിയോഗ്രാഫി, പിന്നെ സൗണ്ട് ഡിസൈൻ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ്